പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 34-ാമത്തെ ഒരു വാചകമുണ്ട്, നിങ്ങൾ വായിക്കണം, പഠിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. ഇത് അള്ളയാണ് സഹോദരങ്ങളെ പറഞ്ഞത്. റബ്ബ് പറഞ്ഞ വാചകത്തിൽ നമുക്ക് വിശ്വാസമില്ലേ? നിങ്ങളുടെ ഈ ഒരു ആയത്തിൽ പറഞ്ഞ 2 സിഫത്ത് ഇതേ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർക്കുണ്ട്. ഞാൻ അദ്ദേഹത്തെ അവരെന്നും ചെറുതാക്കലല്ല, അവർ ചെയ്ത കാര്യം ഞാൻ തുറന്നു പറയാണ്. യഅ്കുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ, അന്യായമായ ജനങ്ങളുടെ ധനം തിന്നുമെന്ന് അള്ളാഹു പറഞ്ഞുവല്ലോ. നിങ്ങളുടെ തൊട്ടടുത്ത ജംഗ്ഷനിൽ ബായാർ എന്ന പ്രദേശത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ മഹത്വമുണ്ടാക്കിയ സ്വലാത്ത് വിറ്റ് കോടികൾ സമ്പാദിച്ചത് ഇത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നു. അദ്ദേഹം വലിയൊരു കച്ചവടം ചെയ്ത് ഇവിടെ പണം സമ്പാദിച്ചിരുന്നെങ്കിൽ ആരും ചോദിക്കുമായിരുന്നില്ല. മറിച്ച് അള്ളാന്റെ ദീൻ വിറ്റാണ് കോടികൾ സമ്പാദിച്ചത്. ചോദ്യം ചെയ്യേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്. ശേഷം എന്താണ് പറഞ്ഞത്? വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയും. നിങ്ങളുടെ ഖതീബ് റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞ് ഈ പാവപ്പെട്ട ഉമ്മത്തിനെ പച്ചയായ ശിർക്കിലേക്കാണ് നയിച്ചത്. അതിനെ ഖണ്ഡിക്കേണ്ട ബാധ്യത ഇതേ നാട്ടിലുള്ള ഖതീബ് എന്ന നിലയ്ക്ക് എനിക്കുമുണ്ട്. പണ്ഡിത പുരോഹിതന്മാരെ സൂക്ഷിക്കണമെന്ന് റബ്ബ് പറയുമ്പോൾ നാം അവരെ അന്ധമായി പിൻപറ്റിയാൽ നാളെ പാരത്രിക ലോകത്ത് അവരുടെ പിന്നാലെ ആ നരകാഗ്നിയിൽ കിടക്കേണ്ടി വരും. തീർച്ചയായും നമ്മുടെ പരലോക വിഷയമാണ്. ഒരാളും കൂട്ടിനില്ലാത്ത ലോകമാണ്. വിഷയങ്ങൾ പഠിക്കുക. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ആരും വരേണ്ടതില്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ആരും മെമ്പർഷിപ്പ് എടുക്കേണ്ടതുമില്ല. ഒരിക്കലും നശിച്ചു പോകാത്ത പരലോകത്ത് അള്ളാഹു സ്വർഗമൊരുക്കിയിട്ടുണ്ട്, നരകമൊരുക്കിയിട്ടുണ്ട്. ആ നരകത്തിൽ എത്തിയതിനു ശേഷം പിന്നെ വിലാപിച്ച് കാര്യമില്ല സഹോദരങ്ങളെ. ദുനിയാവ് എന്നുള്ളത് നശിച്ചു പോകുന്ന ഒന്നാണ്. 60ഉം 70ഉം തീരുന്ന ഈ ആയുസിനിടയിൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്പസമയം അത് പഠിക്കാൻ സമയം കണ്ടെത്തില്ല എങ്കിൽ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക. ചെയ്യുന്ന കാര്യം ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊരു അന്വേഷണം സാധാരണക്കാരെ നാം നടത്തണം. എങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാം ഇൻഷാ അല്ലാഹ്. അത്തരക്കാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.